നമുക്ക് ഓർമ്മയുണ്ട്, ഒരൊറ്റ ദിവസം എനിക്ക് അധികാരമുണ്ട് എങ്കിൽ ഈ മയക്കുമരുന്ന് മാഫിയയെ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷത്തായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നു. സ്വാഭാവികമായും നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന നടപടികളൊന്ന് മയക്കുമരുന്ന് മാഫിയയെ പിടിച്ചുകെട്ടുക എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിന്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിന്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും. ആര് ഈ ഡ്രഗുകൾ വിൽപ്പന നടത്തുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, അവരുടെ മേൽ കർശനമായ നടപടി ഉണ്ടാകും. ശക്തമായ പോലീസ് നടപടി ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാകില്ല. സ്കൂളിന്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ കർശനമായി പോലീസ് നിയമപരമായി നേരിടും. ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന ആളുകളെയും ശക്തമായി തന്നെ പോലീസ് നേരിടാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അത് 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിലും DJ പാർട്ടികളിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ കായലുകളിലും കടലിലും ഒക്കെ പോയി പാർട്ടികൾ നടത്തുന്നവരാണെങ്കിൽ അവിടെയെല്ലാം പോലീസിന്റെ ശ്രദ്ധയുണ്ടാകും. ഒരു കാരണവശാലും നാർക്കോട്ടിക്കിന്റെ ഉപയോഗവും വിതരണവും വിൽപ്പനയും കേരളത്തിന്റെ 4 അതിരുകളിൽ അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നത്.